Hey guys, welcome back to my channel. ലാസ്റ്റ് വ്ളോഗ് എവിടെയാണോ എൻഡ് ചെയ്ത് അവിടെ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലുക്ക്, ആരാണ് എൻ്റെ സൈഡിൽ ഇരിക്കുന്നതെന്ന്? ദിസ് ഗായ്. ഞാൻ ഇയാളെ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. സോ ലാസ്റ്റ് 9 മാസമായിട്ട് ഇങ്ങനെ കരയിലല്ലായിരുന്നു, കടലിലായിരുന്നു. അപ്പോൾ ഹീസ് ബാക്ക് നൗ. ഇവിടെ ഒരാൾ വേറെ നടക്കുന്നുണ്ട്. അയ്യോ, അതാണ് നമ്മുടെ വീട്ടിലെ ന്യൂ മെമ്പർ. സോ ഞാൻ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കാണിക്കാം. ഓക്കെ, ഞാനിങ്ങനെ ട്രെയിനിലാണ് വന്നത്. എൻ്റെ പെട്ടെന്ന് ബുക്ക് ചെയ്ത് വന്നതാണ്. അയാളെ കാണാൻ വേണ്ടി, അതായത് പട്ടീനെയും കുട്ടീനെയും കാണാൻ വേണ്ടിയാണ് വന്നത്. ഓക്കെ, 1 ഡേക്ക് വേണ്ടി വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഞാൻ ഇവന് 9 മാസമായി വീട്ടിൽ നിന്ന് പോയിട്ട് ജോലിക്ക് പോയിട്ട്. അപ്പോൾ ഹീസ് ബാക്ക് നൗ. അതുകൊണ്ട് ഞാൻ അവനെ ഒന്ന് മിണ്ടായിരിക്കൂ. അതുകൊണ്ട് ഞാൻ അവനെ കാണാൻ വേണ്ടി വന്നതാണ്. ഓൾസോ നമുക്ക് വി ഹാവ് അനദർ മെമ്പർ. അതാണ് നമ്മുടെ പട്ടി. ഓക്കെ, ബെൽജിയൻ മെൽനോയ്സ്. മെൽനോയ്സ് ആണോ പറയണേ? മെൽനോയ്സ് ആണോ പറയണേ? ബെൽജിയൻ ഷെപ്പേർഡ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സോ നടന്നുകൊണ്ട് സംസാരിക്കാൻ എടി പൊന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെയും ചിഞ്ചു മീൻസ് മൈ ബ്രദർ. ഓക്കെ, ഇവനെ കൂടെ കാണാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, എനിക്കിതിനെ ഭയങ്കര പേടിയാണ്. ഞാനിതിനെ കളിപ്പിക്കാനൊന്നും പോയില്ല. എൻ്റെ അടുത്ത് ഒന്ന് വന്ന് മണപ്പിച്ച് നിന്നു. എൻ്റെ കുണ്ടിലൊരു കടി അപ്പം കിട്ടിയില്ല. വാടി പോയിന് വാ. അപ്പം ഞാൻ കുറച്ച് ക്ലിപ്സ് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ തിരിച്ച് വന്നിട്ട് ഞാൻ അവനെ കണ്ടതും ആൻഡ് ഓൾസോ വീട്ടിൽ വന്നതും. ആഫ്റ്റർ 9 months of waiting. കണ്ടല്ലോ. അപ്പം ജസ്റ്റ് ഞാൻ ഇന്ന് വിചാരിക്കുന്നത് എൻ്റെ ഗാർഡൻ ഒന്ന് കാണിക്കാനാണ്. ബിക്കോസ് വൈ നോട്ട് പല സമയത്തും ഇങ്ങനെ കുറേ 2 കൊല്ലം മുന്നത്തെ ഉള്ള ഓണം വ്ളോഗ്സും നവരാത്രി വ്ളോഗും ന്യൂ ഇയർ വ്ളോഗും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാനൊന്നും എഡിറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ, അപ്പോൾ ദിസ് ടൈം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നു വ്ളോഗ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ മുറ്റത്ത് ഇറങ്ങാത്തത്. കാരണം ഞാൻ ഇറങ്ങിയാൽ എന്നെ ഫോളോ ചെയ്യും. ഓക്കെ, എൻ്റെ അടുത്ത് കുറച്ചൊന്ന് വന്നല്ലോ വനമാല. എൻ്റെ അടുത്ത് കുറച്ച് വന്നൊന്ന് മണിപ്പിച്ചു. അതിന് എനിക്ക് എന്തോരം ധൈര്യം വേണ്ടി വന്നെന്നറിയാവോ. ആൻഡ് എൻ്റെ കാലിലൊക്കെ കയറി ചവിട്ടി നക്കിയിട്ടാണ് പോയത്. പക്ഷെ എനിക്ക് ആ ഗാർഡനിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, ഇദ്ദേഹം ഇവിടെ ഉള്ളതുകൊണ്ട്. യു ആർ നോട്ട് അലൗഡ് ടു കം ഹിയർ ഡാ. നിന്റെ സ്ഥലം ഇവിടെ, നിനക്ക് നിൽക്കാൻ അലൗഡ് അല്ല. ഇനി അത് കൂട്ടിക്കയറ്റാനുള്ള ഒരു മാർഗമാണ് ഗൈസ്. എല്ലാവരുടെയും, അതായത് നമ്മളെ മനുഷ്യരുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഒരു വീട്, അല്ലയോ? സ്വന്തമായിട്ടൊരു ഇടം സ്വന്തമായിട്ടൊരു വീട്, നമ്മുടെ ഓൺ പ്രൈവസിയും. പട്ടി അവിടെ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ടോ? സോ നമ്മുടെ ഒരു പ്രൈവസി, അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ. സോ ഞങ്ങളിവിടെ ഇല്ലാത്തത് കൊണ്ട് നാട്ടിൽ വല്ലപ്പോഴും വരുമ്പം കിടക്കാനൊരു വീട് ഈ ഒരു സ്പോട്ടിലുണ്ടായിരുന്നു. അത് പിന്നെ പൊളിച്ച് നമ്മൾ വേറെ ഒരു വീട് വെച്ചു. ഓക്കെ, അപ്പോൾ എൻ്റെ പേരൻസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വീട്, അതിനൊരു വലിയൊരു ഗാർഡൻ, കുറേ മരങ്ങൾ, കുറേ ചെടികൾ. രാവിലെ എണീറ്റ് ചെടി നോക്കുക, അതിൻ്റെ പൂ കണ്ട് സന്തോഷിക്കുക. അങ്ങനെ പട്ടീനെ കൂട്ടിൽ കൊണ്ടുപോകാനുള്ള ഒരു ഇതാണ് ചെയ്യുന്നത്. എടാ പോടാ. അയ്യോ,
അയ്യോ ആക്ച്വലി എൻ്റെ ഒരു യവനുള്ള റെക്കോർഡ് ചെയ്തു ഞാൻ ഓടുന്നത് നോക്കിയ. എനിക്ക് സത്യം എനിക്ക് പറ്റിയ ഭയങ്കര പേടിയാണ്. എനിക്ക് എന്താണെന്ന് അറിയാം, ഭയങ്കര പേടിയാണ്. അതിന് ഇവനാണെങ്കിൽ എൻ്റെ കുണ്ടിൽ തന്നെ ഇവൻ കടിപ്പിക്കാൻ പറയുന്നത്. അത് ശരിക്കും എനിക്കൊരു കടി തന്ന പോലെ. എനിക്ക് കൊണ്ട് തന്നായിരുന്നു അല്ലേ? വെറുതെ അല്ല, എനിക്ക് കൊണ്ട് എനിക്ക് വേദനിച്ചായിരുന്നു. അതാ ഞാൻ ഓടിയത്. പിന്നെ അല്ല, അതിന് ഇഞ്ചക്ഷൻ എല്ലാം എടുത്തല്ലേ? എന്തിനാ എനിക്കറിയില്ല. അപ്പൊ മുന്നേ ഇഞ്ചക്ഷൻ എടുത്തല്ലേ? എന്നിട്ട് ഞാൻ എടുത്തല്ലേ? അല്ല, അപ്പൊ പട്ടിക്ക് എടുത്തില്ലായിരുന്നല്ലോ. നോക്കിട്ട് ഇങ്ങനെ തോന്നി. അത് വേദന ഒന്നും എനിക്ക് പഠിക്കണ്ടോ? തുപ്പലോ? ഇല്ല. എന്ത് പറ്റി? ഇവര് പലതും പറയാം. എന്താ വീഡിയോയാ? ഓക്കെ ഗൈസ്, ഞാൻ വ്ളോഗിൽ കാണിക്കാം കേട്ടോ. ബാബാ ഗാർഡൻ കാണിക്കാം. ഇപ്പൊ പട്ടി വീട്ടിനകത്ത് ഇവര് കഷ്ടപ്പെട്ട് കയറ്റി എനിക്കൊരു കടിയും കിട്ടി. അപ്പൊ ഇനി നമ്മള് ഈ ഫോണിൽ എന്തോരം ഗാലറി എന്തൊരു സ്പേസ് കാണുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കാരണം മെമ്മറി ഒക്കെ വളരെ ഫുള്ളാണ്. അപ്പോൾ പറ്റുന്നത്ര ഞാൻ ക്ലിപ്പ് ഷൂട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഫുൾ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഒരു വ്ളോഗ് ഇടാം. ഓക്കെ. സോ നമ്മുടെ ക്യാമറാമാനായിട്ട് നമ്മൾ കൊന്നുനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ ഗൈസ്, ഇതാണപ്പോൾ എൻ്റെ അല്ല, മൈ മോംസ് ആൻഡ് ഡാഡ്സ്. ഓക്കെ, എൻ്റെ മദർ ആൻഡ് ഫാദറിൻ്റെ ഏരിയ. ഓക്കെ, ഇതാണ് വീടിൻ്റെയൊക്കെ ഞാൻ പിന്നെ കാണിക്കാം. ഓക്കെ, ഇതെൻ്റെ ബ്രദർ, ഇതെൻ്റെ കസിൻ, അതെൻ്റെ ഡാഡി കൂൾ. ഓക്കെ, സോ ഇവരെല്ലാവരും നമ്മളിന്ന് ഹെൽപ്പ് ചെയ്യും വീഡിയോ വ്ളോഗ് ചെയ്യാൻ വേണ്ടി. ഇതാണ് അർജുൻ ടെക്കി. സബ്സ്ക്രൈബ് ടു ഹിസ് ചാനൽ. ഞാൻ ഇയാളിൽ നിന്നാണ് എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത്. ഞാൻ ഇയാളെ കണ്ട്, ഇയാൾക്കൊരു 500 സംതിങ് എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഒരു മിനിറ്റ് ചേട്ടാ, 500 സബ്സ്ക്രൈബേഴ്സ് എന്തോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ആഗ്രഹം എനിക്ക് അർജുനേക്കാളും ഒരു സബ്സ്ക്രൈബർ കൂടണേ എന്നാണ്. ബട്ട് ഞാനിപ്പോൾ അതിൻ്റെ ഡബിൾ കണക്കിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അവനും വ്ളോഗ് നിർത്തി, പിന്നെ ഞാനും വ്ളോഗ് നിർത്തി. അപ്പം ഇതറിയാലോ ഗൈസ്, ഇത് എന്ത് ചെടിയാണെന്ന്. ഇതാണ് ഇതെന്താ ബോഗൺവില്ല അല്ലല്ലോ, ഇതിന്റെ പേര് മറന്നുപോയി. ബോഗൺവില്ല കടലാസ്. ബോഗൺവില്ല പേരെന്ത്? ഇതാണ് ഗൈസ് മൊസാണ്ട. ഇത് കുറെ വലുതായിരുന്നേ, നമ്മൾ പിന്നെ വെട്ടി കളഞ്ഞതാണ്. നമ്മൾ ഇവിടെ നിന്നാണ് കയറുന്നത്. ഓക്കെ, ഇതിനൊന്നും പേരറിയത്തില്ല. ഇതൊക്കെ ഈ സൺലൈറ്റിന്റെ സമയത്ത് ഇതിന്റെ കളേഴ്സ് ചേഞ്ച് ആവുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ, നമുക്ക് പ്ലാവുണ്ട്, അടയ്ക്കാമരമുണ്ട്. അടയ്ക്കാണോന്ന് അറിയില്ല, അതൊന്നും ഷോയ്ക്കുള്ള, ഇറ്റ്സ് നോട്ട് അടക്കാമരം. ഓക്കെ ഗൈസ്, നേരത്തെ ഈ സ്ഥലത്ത് ഈ മാറ്റ് അല്ലായിരുന്നു, സാധാരണ പുല്ലും മണ്ണുമായിരുന്നു. ഓക്കെ, പക്ഷെ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരാഴ്ച കൂടുമ്പം ഇതിൻ്റെ പുല്ല് പറിക്കാൻ വേണ്ടി നമ്മൾ ആളെ അപ്പോയിൻറ്റ് ചെയ്യും. ഓക്കെ, അയാൾ 2-3 ദിവസം കൊണ്ട് ഇവിടെയൊക്കെ എല്ലാം പറിച്ച് അയാൾക്ക് ഒരു 1500 രൂപ ദിവസം ശമ്പളം കൊടുത്തു കഴിയുമ്പോൾ, ബ്ലോഗിങ്ങിലാണ് 1500 രൂപ വെച്ച് ശമ്പളം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മുതലാവുന്നില്ല. ബിക്കോസ് ഈ കളയൊക്കെ പെട്ടെന്ന് വരും. അപ്പം നമ്മൾ വേറൊരു പ്ലാൻ സെറ്റ് ചെയ്തത്, ഇത് കൊല്ലത്തോ പത്തനംതിട്ടയിലോ അവിടെ എങ്ങാനും പോയിട്ട് മേടിച്ചുകൊണ്ട് വന്ന മാറ്റാണ്. മഴയത്തും വെയിലത്തും ഇതിങ്ങനെ തന്നെ നിന്നോളും. അപ്പം നോക്കുമ്പം ഗ്രീനറി, അപ്പം നമുക്ക് വേറെ അൺവാണ്ടഡ് പ്ലാന്റ്സ് ഒന്നും വരത്തില്ല. ഓക്കെ, അപ്പം ഇത് ആ ടീം വന്നിട്ട് ഇവിടെ എന്തോരം ചെടികളുണ്ട് അതിൻ്റെയൊക്കെ സൈഡ് കട്ട് ചെയ്ത് അങ്ങനെ വിരിച്ചേക്കുന്നതാണ് ഈ മാറ്റ്. എല്ലാവർക്കും, അതായത് നമുക്ക് ഇതിൻ്റെയൊക്കെ സ്ഥലമുള്ളവർക്ക്, ഇതെപ്പോഴും പറിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ഒരു ഐഡിയ സെറ്റപ്പ് ചെയ്താൽ ഈസിയാണ്. പട്ടി കടിക്കുന്ന വീഡിയോ കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു.
1-2 ദിവസത്തിനുള്ളിൽ ഇത് വളരും. ആ ടൈപ്പ് പ്ലാവാണ് ഇതൊക്കെ. ഇതിൽ ആരാണ് മൊസംബി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അവർക്ക് ഞാനൊരു ഗിവ് അവേ തരുന്നതായിരിക്കും. ഐഡന്റിഫൈ ചെയ്യും മൊസംബി എവിടെയാണ്. എടാ ഇതൊന്നും ഞാൻ ചോദിക്കുന്നത് മൊസംബി ഒന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. അത്ര ദൂരത്തല്ലടാ, ഇവിടെ വാടാ. നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കാണാവോ? യാ ലുക്ക് അറ്റ് ദിസ്. ഇതെന്താണെന്നറിയോ ഗൈസ്, ഇത് മൊസംബിയാണ്. കഴിഞ്ഞൊരു 2 മാസമായിട്ട് ഇത് ഇതേ ഷേപ്പിലാണ് എനിക്ക് തോന്നുന്നത്. ഇത് വളരുന്നില്ല. അതും ഇത് എത്ര നാൾ കഴിഞ്ഞ് ഇത് വളരും, ഇത് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് നല്ല രസമില്ല, നല്ല ബുഷിയായിട്ട് ഇതിനിടയ്ക്ക് മൊസംബി. ഇങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് ഇവരുടെ ആഗ്രഹമാണ്. അതായത് ഫ്യൂച്ചറിൽ എൻ്റെ പിള്ളേരും അവൻ്റെ പിള്ളേരും കൂടെയൊക്കെ ഇറങ്ങി നടന്ന് ഫ്രൂട്ട്സ് ഒക്കെ പറിച്ച് കഴിക്കുന്നത് ആഗ്രഹം. സോ അതുകൊണ്ട് വെച്ചാണ് ഭയങ്കര സൗണ്ട് ഒക്കെ. ഇത് മൊസാൻഡയുടെ പല കളറും നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് പിങ്ക് ഉണ്ട്, പിന്നെ ഒന്ന് വൈറ്റ് ഉണ്ട്. എൻ്റെ അച്ഛൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇപ്പം നിങ്ങൾ കാണുന്നല്ലോ, നാളെ ഇതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് പുതിയ വരട്ടെ എന്ന് പറയും. നിർത്തത്തില്ല ഇങ്ങനെ. ഓക്കെ, ഇതെന്താണെന്നറിയാവോ? അവക്കാഡോ ആണോ ഗൈസ്? ഇതാണ് അവക്കാഡോ. അവക്കാഡോ കണ്ടിട്ടുണ്ടോ? ഇത് അവക്കാഡോ ആണോ? ഞാനോർത്ത് റംബൂട്ടാനാണ്. ഓക്കെ, റംബൂട്ടാൻ അവിടെ. ഓക്കെ, ഇതാണ് അവക്കാഡോ. ഇത് വളർന്ന് വരണം. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഫ്രൂട്ട് കിട്ടിയിട്ട് വേണം എനിക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഇതിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് കാണിച്ച് ഫോട്ടോ കാണിച്ച്. ജപ്പാൻ ഗുവാവ സീഡ്ലെസ്. ഓക്കെ, അതായത് അല്ലമ്മേ ഗുവ. സോറി, ഗുവ. ഓക്കെ, തെറ്റിപ്പോയി. ഗുവാവല്ല, ഗുവ. ഓക്കെ, ഇത് സീഡ്ലെസ് ആണ്. അതായത് ഇത് പേരക്കയാണ്, നമ്മുടെ നാട്ടിലെ പേരക്ക. പക്ഷെ ഇതിനകത്ത് സീഡില്ല. പേരക്ക ഇതിനകത്ത് വന്നിട്ടുണ്ട്, ഞാനിത് കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആണ്. പേരക്ക ഓക്കെ. അപ്പൊ പേരക്ക കണ്ടല്ലോ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇതോ റംബൂട്ടാനാണെങ്കിൽ ഇത് വെയിറ്റ് ഉള്ള റംബൂട്ടാൻ, നല്ല ഫ്ലഷ് ഉള്ള റംബൂട്ടാൻ. 10 റംബൂട്ടാൻ ആകുമ്പോൾ കിലോ ആവുന്നത്. നമ്മളെ പറഞ്ഞ് പറ്റിച്ചേക്കുന്നത് 10 റംബൂട്ടാൻ ഉണ്ടാകുമ്പോൾ 1 കിലോ അത്ര വെയിറ്റ് ഉള്ള ടൈപ്പ് മരമാണ് റംബൂട്ടാൻ്റെ മരം. അങ്ങനെയാണ് എൻ്റെ വീട്ടുകാരെ പറഞ്ഞ് പറ്റിച്ചേക്കണം. ഓക്കെ, ഇത് തൃശ്ശൂരിൽ നിന്നായിരിക്കും. എനിവേസ്, ഇത് വരുന്നതേ ഉള്ളൂ. ഇതെന്നാ ഇത് പുതിയത് കരിഞ്ഞു പോയതാണോ? അല്ല, പുതിയ അല്ല, വരുക. ഈ നമുക്ക് വേറെ റംബൂട്ടാനുണ്ട് ആ ഭാഗത്ത്. ഇത് വേറൊരു ടൈപ്പ് റംബൂട്ടാൻ. ഓക്കെ, നെക്സ്റ്റ് ചെടി നമുക്ക് നോക്കാം. കണ്ട ഇത് റോസ, നമ്മുടെ നാടൻ റോസയുടെ ബെനിഫിറ്റ് എന്താണെന്നറിയാവോ? ഇതിനൊരു മെയിൻ്റെനൻസിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടാൽ മതി. പക്ഷേ ഇഷ്ടം പോലെ പൂവുണ്ടാവും. ആൻഡ് ഇതിന് നല്ല ഒരു മണമാണ്. സാധാരണ നമ്മളിപ്പോൾ നല്ല ചുമന്ന റോസയൊക്കെ നമ്മൾ നഴ്സറി പോയി മേടിക്കുമ്പം അത് 1-2 പൂവുണ്ടാവും, പിന്നെ പൂവുണ്ടാകത്തില്ല. ബട്ട് നാടൻ റോസ അങ്ങനെയല്ല. അതുകൊണ്ട് വെക്കുവാണെങ്കിൽ നാടൻ റോസ വെക്കണം. പിന്നെ ഇത് നോർമൽ ചെത്തി, വൈറ്റ് ചെത്തി, അങ്ങനെ വൈറ്റ് ചെത്തി. ഇതിന് പല വെറൈറ്റീസ് ഓഫ് കളർ കോമ്പിനേഷൻസ് ഇവിടെ കാണും. റെഡ് ഉണ്ട്, നാടൻ ചെത്തിയുണ്ട്. ചിലവരിത് ചെത്തി എന്ന് പറയും. ട്രിവാൻഡ്രത്ത് ഐ തിങ്ക് സോ ഇതിന് തെച്ചി എന്നാണ് പറയണതെന്ന് തോന്നുന്നു. ഞങ്ങളിത് ഇവിടെ പറയുന്നത് ചെത്തി. ഇത് ഗൈസ് മഞ്ഞ കളറിലെ പൂ വരുന്നത്. അത് അതായത് അത് തന്നെ യെല്ലോ കളറിൽ പൂ കുറേ കണ്ടമാനം വരുന്നത് എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ചെടിയാണ്. ഇത് ആക്ച്വലി ഇത് അച്ഛൻ ഇങ്ങനെ പല സ്ഥലത്ത് പോകുമ്പം കാണും, അങ്ങനെ കൊണ്ട് വെച്ചതാണിത്. ഇത് നമ്മുടെ നോർമൽ ചെമ്പരത്തിയാണ്. പക്ഷേ ചെമ്പരത്തിയുടെ ലൈക്ക് ലീവ്സ് അല്ലല്ലോ, പൂ ഡിഫറെൻ്റ് ആയിരിക്കും. സോറി, പിങ്ക് വൺ. ഇത് സെയിം ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഗൈസ് കൂവളം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതാണ് കൂവളം. അതായത് അമ്പലത്തിലൊക്കെ കൊടുക്കണ മാലയൊക്കെ കെട്ടുന്നത് ഈ ഇല കൊണ്ടാണെന്ന് തോന്നുന്നു. കൂവളം. എൻ്റെ അമ്മ പറയുന്നത് ഈ കൂവളത്തിൻ്റെ മരം ഒരിക്കലും ഉണങ്ങിപ്പോവരുത് എന്നാണ്. അപ്പം ഇതിനെന്തായാലും വെള്ളം കൊടുക്കും, ബാക്കി ഒന്നിനും വെള്ളം കൊടുത്തില്ലേ. ഇത് ശിവന്റെ തൃക്കണ്ണ് പോലെ ആയിരിക്കുന്ന പോലെയല്ലേ? കണ്ടോ? മൂന്നിലുണ്ട് തൃക്കണ്ണ് പോലെ. അതാണ് വ്യത്യാസം. എല്ലാം 3 നില. ശിവന്റെ പ്രതിമയിലേക്ക് നോക്കി കഴിഞ്ഞാൽ തൃക്കണ്ണ് പോലെ. ഈ ചെടി, ഈ പഴത്തിന്റെ പേര് എനിക്കറിയത്തില്ല. ഇത് മിക്കയിടത്തും കാണും. ചെമ്പകം എന്നാണ് ഞാൻ പറഞ്ഞത്. ചെമ്പകല്ല ഇത്. പിന്നെ ഇത് ബെറീസ്, കുഞ്ഞു മറ്റേ നീല കളറുള്ള ചെറിയ ചെറിയ ബെറീസ് ഇല്ലേ, അതാണ് ഇത്. പക്ഷെ ഇപ്പൊ ഒന്നും വന്നിട്ടില്ല. ഇതാണ് എൻ്റെ ഫേവറേറ്റ്, കാറ്റ്ലോസ്. നോക്കൂ, കാറ്റ്ലോസിന് എത്ര വലിയ ഒരു ഇതാണ് പണിത് വെച്ചേക്കുന്നത്. ഇത് ഇതിനു വേണ്ടി തന്നെ പണിതതാണ് ആക്ച്വലി.
ബാക്കിൽ റൂഫ് ഇട്ട സമയത്ത് അവരെ കൊണ്ട് പണിയിപ്പിച്ചാണ്. സോ ദാറ്റ് കാറ്റ് ക്ലോസ് ഇഷ്ടംപോലെ വരാൻ. ആൻഡ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ടൈം ആയിട്ടില്ല. പക്ഷെ യു ക്യാൻ സീ 2 flowers. കാറ്റ് ക്ലോസ് കണ്ടോ? കുറേ ഇതിലുള്ള നല്ല മണമുള്ള മുല്ലയാണിത്. അമ്മ ഇത് കുറ്റിമുല്ലയാണോ? സോറി, കുടമുല്ല ഗൈസ്. ഇതാണ് കുടമുല്ല. ഒരു ചെടിക്ക് ഒരു റേറ്റ് നിശ്ചയിച്ച ഞാൻ പറഞ്ഞത് എല്ലാവരും ഗൈസ്, ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം എനിക്ക് മിക്ക പേരുകളും ഇതിൽ അറിയത്തില്ല. ദാറ്റ്സ് നോട്ട് എ മിസ്റ്റേക്ക് അല്ലയോ? ഞാനല്ല ഇതൊന്നും വെച്ചത്. അപ്പം എനിക്ക് ഇതിൻ്റെ പേരറിയില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഇത് നല്ല കേട്ടോ. ഇതിൽ ഇപ്പം പൂ താഴെ പിന്നെ കിടക്കുക. ബട്ട് നല്ല മണമുള്ള, രാത്രി നല്ല മണമുള്ള പൂവാണ് ഈ സംഭവം. ഓക്കെ, ബാക്കി ഇവിടെ അല്ലറ ചില്ലറ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ചെത്തിയും കാണാൻ പറ്റും. ഗൈസ്, ഇതെന്താണെന്നറിയാവോ? ഇതാണ് മറ്റേ ആട് സിനിമയില് എന്താടാ നീലക്കൊടുവേലി. എടാ ഒരു മിനിറ്റ്. നീലക്കൊടുവേലി എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. ആട് സിനിമയില് നീലക്കൊടുവേലി തപ്പിയല്ലേ പോകുന്നത്. അതിതാണ് നീലക്കൊടുവേലിയുടെ ഇതിൽ വരുന്നൊരിതാണ്. നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇനി പക്ക നീലക്കൊടുവേലിയാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് നീലക്കൊടുവേലി എന്ന് വെച്ച് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ സംഭവം കിട്ടും. ജയസൂര്യ ഇഷ്ടത്തിന് കഷ്ടപ്പെട്ടില്ലേ, പക്ഷെ അത് നമ്മുടെ വീട്ടിൽ ചുമ്മാ ഇങ്ങനെ കിട്ടും. നല്ല കേട്ടോ, നല്ല രസം ഇത് കാണാൻ. നോക്കൂ, വന്നു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ്. ഇതിന് നല്ല വെയിൽ വേണം കേട്ടോ ഇത് വരാൻ വേണ്ടി. വളരെ ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ളതാണ്. ശബ്ദം വരൂ ഗൈസ്. ഇതാണ് ശ്രീലങ്കൻ മുല്ല. ഓക്കെ, ഞാൻ എൻ്റെ ഒരു സ്മിതാൻറ്റി എന്ന് പറഞ്ഞ സ്മിതാൻറ്റി ഉണ്ട്. സ്മിതാൻറ്റി ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? അതായത് ഇവൻ്റെ അമ്മ, ഇവൻ്റെ തള. സ്മിതാൻറ്റിയുടെ വീട്ടിൽ ഞാൻ പോയപ്പോൾ സ്മിതാൻറ്റിയുടെ അനിയെത്തി. രാത്രി നല്ല ഭംഗിയാണല്ലോ ഇത് കാണാം. അപ്പോൾ ഞാൻ രാത്രിയിൽ പോയപ്പോൾ പുള്ളിക്കാരി കൊണ്ടുവന്ന തന്ന സ്റ്റെം അതല്ല ഇത് വേറെ കടയിൽ നിന്ന് മേടിച്ചതാ. അതല്ല സ്മിതാൻറ്റി, അത് പോയി. പക്ഷെ പകരം ഞങ്ങൾ വേറെ ചെടി മേടിച്ച് വെച്ചു. ഓക്കെ, ഇത് നൈറ്റ് കാണാൻ നല്ലതാണ്. ഇത് നോക്ക്. പക്ഷെ ഇതിന് സ്മെല്ലൊന്നും ഇല്ല. പേരിന് മാത്രമാണ് ശ്രീലങ്കൻ മുല്ല. പക്ഷെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം ഇവിടെയൊക്കെ നോക്കിക്കോളൂ, ആ മാറ്റ് ഇട്ടേക്കാണ്. ആ മാറ്റ് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വൃത്തിയായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പണിക്കാരനെ വിളിക്കും. ചേട്ടാ ഇന്ന് വരാൻ പറ്റുമോ? അങ്ങേരി വരും 10 മണിയാവും. കറക്റ്റ് 5 മണിക്ക് മുന്നേ അങ്ങേരി പോകും. 1500 രൂപ. പണിയൊന്നും തീരത്തുമില്ല. പിന്നെ ഇവരും കൂടെ കിടന്ന് ചെയ്യണം. അപ്പം ബെറ്റർ നമ്മളിങ്ങനെ വല്ലതും ചെയ്യാമെന്നല്ലേ. സോ ആ ആൾക്കാർ വന്ന് കറക്റ്റായിട്ട് ഇട്ട് തന്നു. നോക്കിക്കുക, എല്ലാം കറക്റ്റ് കട്ടിങ്ങിലാണ് അതിൽ ഇട്ടേക്കുന്നത്. ഓക്കെ, ഇനി എൻ്റെ അത് നിൽക്കുന്നതാണ് എൻ്റെ അമ്മ. അമ്മയുടെ കൂടെ നിൽക്കുന്നതാണ് അമ്മയുടെ സിസ്റ്റർ, എൻ്റെ ചിറ്റ. ഞങ്ങൾ ചിറ്റയെന്ന് വിളിക്കും, ചിലർ കുഞ്ഞമ്മയെന്ന് വിളിക്കും. ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ അങ്ങ് വളർന്നു വരുന്നതല്ല. നല്ലപോലെ കഷ്ടപ്പെട്ട് നല്ലപോലെ ഇതിൻ്റെ പുറകിൽ ഇവർ പണിയെടുത്തിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ വരുമ്പോൾ ഇങ്ങനെ ഫോട്ടോയും വീഡിയോ എടുക്കും. ഇവർ പണിയെടുത്തത് കേട്ടോ, ഞാനില്ല. ഓക്കെ, ഞാനില്ല, ഞാൻ പണിയെടുത്തിട്ടില്ല. ഇതാണ് പ്ലാവ്. ഇതൊരു 2 ഇയേഴ്സിനുള്ളിൽ കായ്ക്കും. വിയറ്റ്നാം സൂപ്പർ ഏർലി. ഓക്കെ, ഇത് നമ്മൾ വിയറ്റ്നാമിൽ പോയപ്പോൾ അച്ഛനും അമ്മയും വിയറ്റ്നാമിൽ ഇന്റർനാഷണൽ ട്രിപ്പ് പോയപ്പോൾ കൊണ്ടുവന്നാണ് ഈ പ്ലാവ്. വിയറ്റ്നാം സൂപ്പർ ഏർലി. മൊസാംബി എവിടെ നിന്നാ കൊണ്ടുവന്നത്? ജപ്പാനോ? ആ, നമ്മുടെ വീട്ടിൽ കുറെ റംബൂട്ടാനുണ്ട് കേട്ടോ. ചേച്ചാ, ഇതാണോ റംബൂട്ടാന്റെ പൂ വന്നത്? ഇതാണോ? അല്ലല്ലേ. അപ്പൊ റംബൂട്ടാന്റെ പൂ തന്നെ എങ്ങനെയാണ്? ഗൈസ്, എൻ്റെ പാരൻസ് ഒരു 3 ഇയേഴ്സ് ബിഫോർ വിയറ്റ്നാമിൽ പോയി വിയറ്റ്നാം സൂപ്പർ ഏർലി കൊണ്ടുവന്നായിരുന്നു. അത് കാഴ്ച നിൽക്കുന്ന കാണിച്ചു തരാം. ആ ഒരു പോസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ സമയം ഉണ്ടെങ്കിൽ മാത്രം കാണിക്കാം, അല്ലെങ്കിൽ വ്ളോഗ് ഒത്തിരി വലുതായിരിക്കും. അവിടെ കണ്ട വിയറ്റ്നാം സൂപ്പർ ഏർലി ചക്ക വന്നിട്ടില്ല, കായ്ച്ചിട്ടില്ല. പക്ഷേ വേറൊരു ഇതുണ്ട്. ഇതും വിയറ്റ്നാം സൂപ്പർ ഏർലിയാണ്. പക്ഷേ ഇതിൽ കുറേ ചക്കയുണ്ട്. നോക്കൂ, ഇത് ചക്ക വന്നു തുടങ്ങി. ഓക്കെ, ഇതുപോലെ തന്നെ അപ്പുറത്ത് ഓർമ്മയുണ്ട്, അതിലും ചക്ക വരാറുണ്ട്. അതിലെ ചക്ക ഞങ്ങൾക്ക് കിട്ടാറുണ്ട്, ഇതിലേയും കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വന്നപ്പോഴാണ് ഇതിൽ ഇത്രയും ചക്ക കാണുന്നത് കേട്ടോ.
ഇതാണ് എൻ്റെ അച്ഛനും അമ്മ ആരെങ്കിലും വന്ന ചക്ക കണ്ടോ എന്ന് വന്ന് ഇത് വന്നിട്ടൊന്ന് കാണിക്കും. ഓക്കെ, ബാക്കി ചെടികൾ കാണിക്കാനാണെങ്കിൽ ഒത്തിരി ചെടികളുണ്ട്. പക്ഷേ എന്താ പറയുക, വ്ളോഗ് ഒത്തിരി ചിലപ്പോൾ വലുതായി പോകും. ആൻഡ് മേ ബി നിങ്ങൾക്ക് ബോറടിക്കുമായിരിക്കും. വേറൊരു ചെടി കാണിക്കാം, വിച്ച് ബിലോങ്സ് ടു ട്രിവാൻഡ്രം. ഓക്കെ, കാരണം ഞാൻ ഈ ചെടി ആദ്യമായിട്ട് കണ്ടത് ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ എൻഗേജ്മെൻ്റ് അല്ലല്ലോ, ചെറുക്കൻ കാണലിന് പോയപ്പോൾ പറിച്ചുകൊണ്ട് വന്ന ഒരു ചെടിയാണ്. അതിവിടെ വെച്ച് ബാക്കി ഫുൾ ആക്കി കാണിച്ചത്. ഈ ചെടിക്ക് എൻ്റെ അമ്മായിയമ്മയുടെ പേരാണ് ഇട്ടേക്കുന്നത്, മഞ്ജു ചെടി എന്നാണ് പേര്. കാരണം മഞ്ജുമ്മയുടെ വീട്ടിൽ, അതായത് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ ഉണ്ടായിരുന്നു ഇത്. അപ്പോൾ അവിടെ കണ്ടിട്ട് അന്ന് ചെറുക്കൻ കാണാനില്ല, എനിക്ക് പറഞ്ഞാൽ കല്യാണത്തിന് മുന്നേ കൊണ്ടുവന്ന് വെച്ചാണ്. അപ്പോൾ അതിവിടെ വെട്ടി, അവിടെ കുറച്ച് വെച്ചു, പിന്നെ ഇവിടെ വെച്ചു, പിന്നെ ഇതിവിടെ വെട്ടി ക്ലിയർ ആയിട്ട് വെച്ചു. അപ്പോൾ ഇതിന് ഒത്തിരി മെയിൻ്റെനൻസിൻ്റെ ആവശ്യമില്ല, കുറേ പൂവിന്. അപ്പം ഞങ്ങളിതിൻ്റെ പേരിട്ടതാണ് മഞ്ജു ചെടി. ഇതാണ് ഗൈസ് മരമുല്ല. ഇതിങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ബുഷാക്കി വെച്ചേക്കുവാണ്. ഓക്കെ, പക്ഷെ ഇതിൽ പൂ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൽ പൂ വന്നിട്ടുണ്ട്, നല്ല രസമാണ് ഇത് കാണാൻ. പക്ഷെ ഇപ്പം പൂവൊന്നുമില്ല, പക്ഷെ നല്ല രസമില്ലേ, നല്ല ഭംഗിയുണ്ട്. ഇതും മരമുല്ല തന്നെയാണ്. ഇതിൻ്റെ പേരറിയാവുന്നൊരു കോമൻറ്റ് ബില്ലോ കേട്ടോ. ഇത് നല്ല മണമുണ്ട്. ഇത് ആക്ച്വലി ഇതിപ്പോൾ വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ 2 വർഷത്തോളമായി. ഇതിൻ്റെ ബാക്കിയുള്ള പാട്ടാണ് ഈ കിടക്കുന്നത്. ഇതിങ്ങനെ നിറയെ ഇങ്ങനെ നിൽക്കുമായിരുന്നു, ഇവിടുന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പം നല്ല രസം അത് കാണാൻ. ഇതിൻ്റെ പേരറിയാമെങ്കിൽ കോമൻറ്റ് ബില്ലോ. ഓക്കെ, പറയണ്ട, ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ വിട്ടു കൊടുക്കുവാണ്, പറയണ്ട. ഇതിൻ്റെ പേരറിയാനുള്ള കമൻറ്റ് ചെയ്യട്ടോ. ഇതാണ് ഗൈസ് ചിക്കു. പച്ചമുളക്, ഇലയില്ലാത്ത കടലാസ് ചെടി, വീണ്ടും പച്ചമുളക്. ഇതൊരു ടൈപ്പ് ഓഫ് ഓറഞ്ച്. ഇത് അടിച്ച് കുടിക്കാം. ഇതാണ് നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ കേട്ടോ. കണ്ടോ, ഇവിടെ കുറേ കസ്റ്റാർഡ് ആപ്പിൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ അത് കഴിച്ചിട്ടുണ്ട്. ലുക്ക് അറ്റ് പപ്പായ, ഓൾ ദ പപ്പായ ലവേഴ്സ്. വീണ്ടും പച്ചമുളക്, കറിവേപ്പില, വീണ്ടും പപ്പായ. പേരയ്ക്ക ഉണ്ടോ ഇല്ലേ? സീഡ്ലെസ് നാരങ്ങ. ഇതൊരു വലിയ ഡ്രമ്മിലാണ് വെച്ചേക്കുന്നത്. ഇതാണ് റംബൂട്ടാൻ. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇതിൽ നിറയെ റംബൂട്ടാൻ ഉണ്ടായിരുന്നു. റംബൂട്ടാൻ സീസണിൻ്റെ ടൈമിൽ ഞാൻ വന്നതോടെ ഇതെല്ലാം ഞാൻ മുട്ടയടിച്ചു. ഓക്കെ, ഞാൻ വന്നപ്പോൾ ഇതെല്ലാം ഞാൻ കഴിച്ചു കൊടുത്തു. ആൻഡ് ഇവിടെ ആൾക്കാരും ഇല്ലാത്തത് കൊണ്ട് ഇതെല്ലാം താഴെ വീണ് കുറേ പോയായിരുന്നു. പിന്നെ ഒരു മഴ പെയ്തില്ലായിരുന്നു കുറേ നാൾ മുന്നേ. ആ മഴയ്ക്ക് ഇതിനകത്ത് കുറേ റംബൂട്ടാൻ, അതെല്ലാം പോയി. പക്ഷേ ഞാൻ വന്നപ്പോൾ കുറച്ചൊക്കെ ബാക്കിയുണ്ടാകും, ഞാൻ കഴിച്ചു. പിന്നെ ഇവിടെ നിറയെ നമ്മുടെ കടലാസ് ചെടിയുടെ പലതും എടുത്ത് വെച്ചേക്കാണ്. പിന്നെ ഈ സൈഡ് നിറയെ ഇതാണ് പച്ചമുളകാണ്. ഇവിടെയൊക്കെ വേറെ പലതും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം പോയി കഴിഞ്ഞപ്പം പച്ചമുളകാക്കി. ഇത് പിന്നെ അപ്പുറത്തുകാരുടെ പറമ്പാണ്, നമുക്ക് അതോറിറ്റി ഇല്ല. ഇതാണ് രാജയുടെ വീട്. രാജയ്ക്ക് വേണ്ടി ഒരു വീട് പണിതാണിത്. ഓക്കെ, രാജേനെ പറ്റി പറയാനുണ്ട്, കുറേ പറയാനുണ്ട്. മൈ മോമിനൊട്ടും ഇഷ്ടമല്ല പട്ടി പൂച്ച. ഓക്കെ, ബട്ട് മൈ ഫാദറിന് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഇത്രയും നാളായിട്ട് കൊണ്ടുവന്നില്ലായിരുന്നു. ദിസ് ടൈം ഒരു പട്ടീനെ കൊണ്ടുവന്നു. അതിൻ്റെ പണിത വീടാണ്, ഫുൾ സെറ്റപ്പാണ് കേട്ടോ ഇത്. ഓക്കെ, ഇതതിൻ്റെ ഫുഡ്. പ്രൗഡ് ഡോഗ് ഓണർ. പിന്നെ ഇതിൻ്റെ വേസ്റ്റൊക്കെ ഇവിടെ വീഴുവാണെങ്കിൽ ഇതിങ്ങനെ പോയി കളക്ട് ചെയ്യും. അടി ടാങ്ക് ഉണ്ട്. ഓക്കെ, അതിൻ്റെ സെറ്റപ്പ് ഫസ്റ്റ് ചെയ്തൊക്കെ. എടാ, നീ എന്നെ കടിച്ചോ? ഗൈസ്, ഇത് മിറാക്കിൾ ഫ്രൂട്ട്. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് കഴിച്ചാലും മധുരമായിരിക്കും, അല്ലയോ? ചിത്ത കഴിച്ചിട്ടുണ്ടോ? കള്ളം പറയരുത്. ആണോ? ഒന്നും കഴിച്ചിട്ടുണ്ടോ? ഓക്കെ, ഇത് നല്ല കേട്ടോ. അതായത് ഇത് കഴിഞ്ഞ് എന്ത് കയ്പുള്ള സാധനം കഴിച്ചാലും അത് മധുരമായിട്ട് തോന്നും. അതിപ്പോൾ ഒന്നും ഇല്ല. പക്ഷെ ഈ കോവൽ നമ്മൾ പല പ്രാവശ്യം വെട്ടിക്കളയും വരും അങ്ങനെ വരുന്നതാണ് ഈ കോവൽ. പയറൊക്കെ നമുക്ക് എന്നും കഴിക്കാം, പക്ഷെ കോവലല്ലോ, കോവയ്ക്കൊന്നും എന്തും കഴിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കുരുമുളക് മരയില്ലാത്തതുകൊണ്ട് നമ്മളിപ്പം കുറ്റിക്കുരുമുളക്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ എൻ്റെ വീടും
വീട് കാണിച്ചില്ല, വീടൊക്കെ വേറെ ഒരു ടൈം കാണിക്കാം. എൻ്റെ അല്ല, എൻ്റെ പേരൻസിൻ്റെ ഗാർഡനൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഒരു നെക്സ്റ്റ് വ്ളോഗ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് സോറി ഇഫ് ഈ വീഡിയോയിൽ ഈ വ്ളോഗിൽ ചിലപ്പം എഡിറ്റ് ചെയ്ത് വരുമ്പം ഇതിന് സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എൻ്റെ കയ്യിൽ മൈക്കില്ല. ഓൾസോ വീഡിയോ ക്വാളിറ്റി ബിക്കോസ് ഇന്നൊരു ഫുള്ളൊരു മഴ മൂഡാണ്, ഭയങ്കര ഒരു മൂഡി വെതറാണ്. നെക്സ്റ്റ് വ്ളോഗ് ഇതിലും കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ് വരുന്നത് വരെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടിൽ ദെൻ, ഓക്കെ, ബൈ.